33 വയസ്സിനിടെ 5 കൊലക്കേസുകൾ. വേഷം മാറി നടക്കുന്നതിൽ വിദഗ്ധൻ. തമിഴ്നാട് തെങ്കാശി സ്വദേശി ബാലമുരുകൻ കേരളത്തിലും തമിഴ്നാട്ടിലും കൊലപാതകം, മോഷണം ഉൾപ്പെടെ 53 കേസുകളിൽ പ്രതിയാണ്. വർഷങ്ങളോളം ഗുണ്ടാ തലവനായി ജീവിച്ചു. തമിഴ്നാട്ടിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെയാണ് കേരളത്തിലേക്ക് കടന്നത്. അതിനിടെ ഇവിടെ വെച്ച് പിടിയിലാവുകയും വിയൂർ ജയിലിൽ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാരനാവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വിയൂർ ജയിലിലെ തടവുകാരനായ ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയെന്ന വാർത്തയാണ് രാവിലെ പുറത്തു വന്നത്. ഭക്ഷണം കഴിക്കാൻ വിലങ്ങഴിച്ചപ്പോൾ രക്ഷപ്പെട്ടെന്നാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ബാലമുരുകന് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയതിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ ചില അവ്യക്തതയുണ്ട്. യഥാർത്ഥത്തിൽ തമിഴ്നാട് പോലീസിന്റെ ഒത്താശയോടുകൂടിയാണോ ബാലമുരുകൻ ചാടിപ്പോയത്? ഇയാളെ രക്ഷപ്പെടാൻ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ സഹായിച്ചോ? സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഈ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴികളിൽ ചില വ്യക്തത കുറവുണ്ട്, ചില വൈരുദ്ധ്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബാലമുരുകൻ കൊടും കുറ്റവാളിയാണ്, കുപ്രസിദ്ധ ഗുണ്ടാ തലവനാണ്. ഇയാളെ രക്ഷപ്പെടാൻ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടായോ? സഹായം നൽകിയിട്ടുണ്ടോ അവർ? എന്താണ് കേരള പോലീസ് നൽകുന്ന വിവരം? ടോം, ഇതുമായി ബന്ധപ്പെട്ട് ബാലമുരുകനെ ഇന്നലെ വൈകിട്ട് 9:45 കൂടിയാണ് വിയൂർ ജയിലിലേക്ക് തിരിച്ചെത്തിക്കാമെന്ന് തമിഴ്നാട് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നത്. അങ്ങനെയാണ്. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് തമിഴ്നാട് പോലീസ് ബാലമുരുകനെ മറ്റൊരു കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ആ ഒരു ആവശ്യം കഴിഞ്ഞ ശേഷം ഇന്നലെ വൈകുന്നേരം 9:45 കൂടി തിരിച്ച് വിയൂരിലെത്തിക്കാനുള്ള നീക്കത്തിലായിരുന്നു പോലീസ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബാലമുരുകൻ ചാടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. എന്തായാലും ആലത്തൂർ വെച്ച് ഭക്ഷണം വാങ്ങി കഴിച്ച ശേഷം ഈ കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല, അതായത് വിയൂർ ജയിലിന് സമീപത്തെത്തിയ ശേഷമാണ് മൂത്രമൊഴിക്കണം എന്ന് ആവശ്യപ്പെടുകയും ഒരു പോലീസുകാരനാണ് ഈ കൈവിലങ്ങ് ഇല്ലാതിരുന്ന ബാലമുരുകനൊപ്പം കൂട്ടിന് പോയത് എന്നാണ്. അതേ സമയത്ത് തന്നെ ഈ ജയിലിലെ വളപ്പിലേക്ക് എടുത്തു ചാടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടും അത് തമിഴ്നാട് പോലീസ് നൽകിയ വിശദീകരണം പോരാ എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ കേരള പോലീസ് ഈ തമിഴ്നാട് പോലീസ് വന്നിട്ടുള്ള CCTV ദൃശ്യങ്ങളും അല്ലെങ്കിൽ ബാലമുരുകനെ കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്ന് പരിശോധിച്ചു വരികയാണ്. ഇതിനിടെ ബാലമുരുകന്റെ ഒരു ചെരുപ്പ് ജയിൽ വളപ്പിനുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത് തെളിവ് ഉണ്ടാക്കാൻ വേണ്ടിയ ഒരു സാഹചര്യം ഉണ്ടാക്കിയതാണോ, അതോ ബാലമുരുകൻ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള തെളിവാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ചെരുപ്പ് അതിനുള്ളിലുള്ളത് കൊണ്ട് ബാലമുരുകൻ അതിനുള്ളിൽ ഉണ്ടാകാമെന്നൊരു ഊഹം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടുത്തിയാണ് സംഘം തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ കുപ്രസിദ്ധ ഗുണ്ടാ തലവനാണ്. കൊലപാതക കുറ്റം ഉൾപ്പെടെ 54 കേസുകളാണ് ഈ ബാലമുരുകന്റെ പേരിലുള്ളത്. കഴിഞ്ഞ 6 വർഷമായിട്ട് ബാലമുരുകൻ ഈ വിയൂർ ജയിലിൽ തന്നെയുണ്ട്. അതായത് വിയൂർ ജയിലിന്റെ മുക്കുമൂലയും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. നേരത്തെയും ഇത്തരം ഒരു ചാടിപ്പോക്ക് നടന്നിട്ടുണ്ട്. അപ്പോഴും ഇത്തരത്തിൽ ബാലമുരുകന് സഹായം ലഭിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ടുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഇയാൾ ജയിൽ ചാടിയിരുന്നു. ഇവിടെ ഈ തമിഴ്നാട് പോലീസ് സംഘം സഞ്ചരിച്ചിരുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ബാലമുരുകന് ഈ ആലത്തൂരിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ശേഷം കൈവിലങ്ങ് ഇട്ടിരുന്നില്ലെന്നാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ വിയൂർ പോലീസിന് നൽകിയ മൊഴി. അതായത് ഇത്രയും ഒരു കൊടും കുറ്റവാളിയാണ്, 5 കൊലക്കേസിൽ പ്രതിയാണ്, 53ഓളം കേസുകൾ പ്രതിയായിട്ടുള്ള ഒരു കൊടും കുറ്റവാളിക്ക് ഈ രീതിയിൽ എന്തിനാണ് കൈവിലങ്ങ് അവർ അഴിച്ചത് തുടങ്ങിയ കാര്യം പരിശോധിക്കണം. വഴിവിട്ട ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ? ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിന്റെ CCTV ദൃശ്യങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ എന്തായാലും കേരള പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട് പോലീസ് ആലത്തൂരെത്തി ഈ ബാലമുരുകന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന സാഹചര്യത്തിലാണ് കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നത്. അതിനുശേഷം കൈവിലങ്ങ് ഇട്ടിരുന്നില്ല എന്ന് തന്നെയാണ് മൊഴി. തമിഴ്നാട് പോലീസ് കേരള പോലീസ് നൽകിയിരുന്ന മൊഴി അങ്ങനെയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കൊടും ക്രിമിനലിനെ ഇത്തരം കൈവിലങ്ങ്, അതും പ്രത്യേകിച്ച് നേരത്തെ ചാടിപ്പോയ ഹിസ്റ്ററിയുള്ള ആളാണ്,
ഈ വിയൂർ ജയിലിന്റെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന ആളാണ്. നേരത്തെ ഇദ്ദേഹത്തിന് ചാടിപ്പോകാൻ ഇത്തരത്തിൽ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഏത് സമയം ചാടിപ്പോകാൻ സാധ്യതയുള്ള ഒരു കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടുള്ള ഒരു വലിയ ഒരു കുറ്റവാളി അയാളെ എങ്ങനെയാണ് ഇങ്ങനെ കൈവിലങ്ങ് അണിയിക്കാതെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉള്ളത്? ആലത്തൂരിനും വിയ്യൂരിലേക്ക് നല്ല ദൂരമുണ്ട്, ചെറിയ ദൂരമല്ല. അപ്പോൾ ഈ ഒരു ദൂരത്ത് ഇതിനിടയിലൊക്കെ, അതായത് ഇയാൾ കൈവിലങ്ങില്ലാതെയാണ് ഈ ദൂരമൊക്കെ അയാൾ യാത്ര ചെയ്തത്. അങ്ങനെയാണ് ഇതിനിടയിലും ചാടിപ്പോക്കുള്ള സാധ്യതയുണ്ടായിരുന്നു. അത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വിയ്യൂർ ജയിലിന്റെ അടുത്തെത്തുമ്പോൾ ഇയാൾക്ക് മൂത്രമൊഴിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജയിലിലേക്ക് കയറാൻ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ ആവശ്യമായിരുന്നെങ്കിൽ അത് ജയിലിനകത്ത് എത്തിച്ചിട്ടും ആകാമായിരുന്നു. അപ്പോഴും വിയ്യൂരിന്റെ ജയിൽ വളപ്പിനുള്ളിലേക്ക് തന്നെയാണ് ഇയാൾ എടുത്ത് ചാടിയതെന്നാണ് പറയുന്നത്. അങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഒരു സാധ്യത വെച്ച് നോക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം ബാലമുരുകന് ഒരുക്കി കൊടുത്തതല്ലേ എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ആ സംശയം ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് തമിഴ്നാട് പോലീസ് സഞ്ചരിച്ചിരുന്ന കാർ പോയിരുന്ന വഴികളിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, വാഹനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കേരള പോലീസ് തമിഴ്നാട് പോലീസിന്റെ മൊഴി അത്ര സത്യസന്ധമാണ് എന്ന് തോന്നാത്തൊരു സാഹചര്യത്തിലേക്ക്, അത് അത്രയ്ക്ക് മുഖവിലേക്ക് എടുക്കാത്തൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇത് സാഹചര്യം വിരൽ ചൂടുന്നത്. ബാലമുരുകന്റെ ചെരുപ്പ് ഈ പറയുന്ന ജയിൽ വളപ്പിൽ നിന്നും കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അത് ബാലമുരുകൻ ജയിൽ വളപ്പിന്റെ ഉള്ളിലേക്ക് തന്നെയാണ് ചാടിയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മറ്റാരെങ്കിലും നിക്ഷേപിച്ചതാണോ, അതല്ലെങ്കിൽ ബാലമുരുകൻ അതിനുള്ളിലുണ്ട്? ഈ രണ്ട് സംശയങ്ങളും ബാക്കിയുണ്ട്. എന്തായാലും ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. അതിനുള്ളിലും പരിശോധന നടക്കുന്നുണ്ട്. ബാലമുരുകൻ പോയിരിക്കാവുന്ന അല്ലെങ്കിൽ പ്രതി ചാടി രക്ഷപ്പെടാവുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും പുതിയ ചിത്രവും ബാലമുരുകന്റെ ഏറ്റവും പുതിയ ചിത്രവും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ അയാൾ ഈ പറഞ്ഞ പോലെ കൊടും ക്രിമിനലാണ്. തമിഴ്നാട് പോലീസ് ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ടോ, അതോ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ സമയത്ത് ബാലമുരുകനൊപ്പം ഉണ്ടായിരുന്ന ആ ജീപ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും വിയൂരിൽ തന്നെ ഉണ്ടോ? ഇവരുടെ മൊഴി പൂർണ്ണമായി എടുത്ത ശേഷം ഇവരെ തിരിച്ച് പറഞ്ഞുവിടാനുള്ള ഒരു നീക്കമായിരിക്കുമോ ഉണ്ടാവുക? തമിഴ്നാട് പോലീസിന്റെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലല്ലാത്തത് കൊണ്ടാണ് പുനഃപരിശോധിക്കാനുള്ള ഒരു നീക്കം കേരള പോലീസ് എടുത്തിട്ടുള്ളത്. അത് വീണ്ടും അവരുടെ മൊഴി എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സാഹചര്യത്തിൽ അവരിവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് തിരിച്ചു പോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ തമിഴ്നാട് പോലീസ് അറിയിച്ചതനുസരിച്ചിട്ടാണ് ബാലമുരുകൻ ഇങ്ങനെ ജയിൽ വളപ്പിനുള്ളിലേക്ക് തന്നെയാണ് ചാടിയത് എന്നുള്ള ഒരു അനുമാനത്തിൽ പോലീസ് എത്തുന്നത്. പക്ഷേ അതേസമയം ഇത്തരം സാഹചര്യങ്ങൾ, അത് ആലത്തൂർ മുതൽ ഭക്ഷണം കഴിക്കാൻ കൈവിലങ്ങ് അഴിച്ചതു മുതൽ അദ്ദേഹത്തിന് കൈവിലങ്ങില്ല, അതും ജയിൽ വളപ്പിലെത്തിയ അതിൻ്റെ അടുത്തെത്തിയ ശേഷം അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാനെന്നുള്ള സാഹചര്യത്തിൽ വാഹനം നിർത്തി കൊടുക്കുകയും ഒരു പോലീസുകാരനാണ് ഇത്രയും ക്രിമിനലായിട്ടുള്ള, ഇത്രയും കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരാളുടെ സുരക്ഷയ്ക്ക് അയാൾ ചാടിപ്പോക്കാതിരിക്കുക ഒരു പോലീസുകാരന് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങിയതും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് പോലീസിന് തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു സാധാരണ കേൾക്കുന്ന ഒരാൾക്ക് പോലും അത്തരത്തിലുള്ള എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ അതിലുണ്ട് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം തന്നെയാണ് തമിഴ്നാട് പോലീസും വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത് വീണ്ടും തീർച്ചയായും ഇതിന്റെ ഈ പ്രതിയുടെ ബാലമുരുകന്റെ ചെരുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാള് അവിടെ നിന്നും വിയ്യൂരിൽ നിന്നും കൂടുതൽ ദൂരേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഏതെങ്കിലും സമീപത്തുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതി കടന്നു പോയ വഴികളിലെ ദൃശ്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തൽക്കാലം അത്തരം ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല കേട്ടോ. മാത്രമല്ല പോലീസ് ഇങ്ങനെ ഒരു, അതായത് വിയ്യൂർ ജയിൽ വളപ്പിലേക്ക് ആണ് എടുത്ത് ചാടിയതെന്ന് തമിഴ്നാട് പോലീസ് പറയുകയും ജയിൽ വളപ്പിനുള്ളിൽ നിന്ന് ബാലമുരുകന്റെ ചെരുപ്പ് കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജയിൽ വളപ്പിനുള്ളിലെ സെർച്ചിങ് പോലീസ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പുറത്തേക്കുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് വിവിധ സംഘങ്ങളിലായി വിവിധ ഘട്ടങ്ങളിലായിട്ടും ഈ പുറത്തേക്കുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘം ആണ് ഈ പറഞ്ഞതുപോലെ ജയിൽ വളപ്പിനുള്ളിൽ പരിശോധന നടക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലമുരുകന്റെ ചെരുപ്പ് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ അതിൽ പൂർണ്ണമായും കേരള പോലീസ് മൊഴിയെ വിശ്വാസത്തിലെടുത്തല്ല
ഈ ബാലമുരുകൻ ജയിൽ വളപ്പിനുള്ളിലേക്ക് ചാടിയെന്നും അതല്ലെങ്കിൽ പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലത്തൂരിന്ന് വിയ്യൂർ എത്തുന്ന സമയത്ത് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞിട്ട് വിയ്യൂർ ജയിലിന്റെ സമീപത്ത് തന്നെ വണ്ടി നിർത്തി കൊടുക്കുകയും അതിൽ നിന്നും എടുത്ത് ജയിൽ വളപ്പിനുള്ളിലേക്ക് ചാടുന്ന ഒരു സാഹചര്യം, ഒരു പക്ഷേ നേരത്തെ ചാടിയിരുന്ന പ്രതി എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സാഹചര്യം, അതായത് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം വിയ്യൂർ ജയിലിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടായിരുന്നിരിക്കാം. അത്തരം കാര്യങ്ങൾ കൂടി പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജയിലിൽ കഴിഞ്ഞ 6 വർഷമായി ഉണ്ടായിരുന്ന ആള് എന്നുള്ള നില അതിസുരക്ഷാ ജയിലാണ്. എന്നിരുന്നാലും അവിടെ നിന്ന് തന്നെയാണ് കഴിഞ്ഞ തവണയും അയാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരം സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത്തരം ഇയാള് ജയിൽ ചാടാൻ തയ്യാറാക്കി വെച്ചിരുന്ന ഏതെങ്കിലും പദ്ധതിയുണ്ടോ, ആ പ്ലാൻ നടപ്പിലാക്കിയതാണോ, ജയിലിനുള്ളിൽ ആളുണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും പോലീസിന് പരിശോധിക്കാനുണ്ട്. നിലവിൽ ബാലമുരുകൻ ജയിലിന് പുറത്തുള്ള ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ടോം.